ചില ആൾക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല കോഡ്സും പിക്ചേഴ്സും അതുപോലെ വിഷൻ ബോർഡൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാല് ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. പക്ഷേ കുറച്ച് ആൾക്കാരെങ്കിലും റാൻഡായിട്ട് ഒരുപാട് കോഡ്സ് കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന കോഡ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് കണ്ട കോഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്യുന്നത് കാണലുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ റാൻഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതിനെക്കാട്ടിലും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുമായിട്ട് കണക്ഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ആ കോഡ്സ് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു മുമ്പോട്ട് പോകാൻ ഒരു എനർജി കിട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കോഡ്സോ അല്ലെങ്കിൽ ഒരു പിക്ചറോ അല്ലെങ്കിൽ നമ്മൾ തന്നെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പിക്ചറോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതാണ്. ഇത് കേൾക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർക്ക് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം അല്ലെങ്കിൽ എന്നെ മുമ്പോട്ട് നയിക്കുന്ന ഒരു കാര്യം, ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു വേർഡ് ഇതാണ് എന്നുള്ള രീതിയിൽ ചില ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചില ആൾക്കാർക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ മുമ്പോട്ട് ജീവിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യും. അപ്പം ഈ കാര്യം കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഈ പിക്ചർ എൻ്റെ മൈൻഡിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ഷിഫ്റ്റ് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് അത് കളക്ട് ചെയ്തിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കാം.